അസ്സലാമു ഹായ് ഫ്രണ്ട്സ്. ഇന്നിവിടെ ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സമൂസൻ്റെ റെസിപ്പിയായിട്ടാണ്. തൊലി വാട്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എത്ര ടൈം കഴിഞ്ഞാലും ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പം നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി സമൂസ ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പം ഞാൻ 250 ഗ്രാം ബീഫ് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞളും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. ഒരു 4-5 വിസിൽ വേണ്ടി വരും. അങ്ങനെ വേവിച്ചെടുത്തതാണത്. എന്നിട്ട് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ. ഇപ്പം ഞാനൊരു പാന് വെച്ചിട്ടുണ്ട് ചൂടാക്കാൻ. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായ എണ്ണയിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ നല്ല ജീരകം ചതച്ചത് ഇടുന്നുണ്ട്. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പോൾ ഇതിലേക്കൊരു 4 വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉള്ളി ചെറുതാണെങ്കിൽ ഒരു 5 വരെ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് വിതറി കൊടുക്കുക. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം വയന്ന് കിട്ടണം. ഇപ്പം നല്ലോണം വയന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 10 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഞാൻ ചെറുതായി അരിഞ്ഞ മല്ലിയിലയും കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കുറച്ചധികം എടുത്തിട്ടുണ്ട്. എനിക്കതിൻ്റെ ടേസ്റ്റ് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അധികം ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇനി നേരത്തെ മാറ്റി വെച്ച ബീഫിൻ്റെ മിക്സും കൂടിയും ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് കൂടി ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. നല്ലോണം വയന്ന് വന്നിട്ടുമുണ്ട്. ഇതിനി ഒന്ന് മാറ്റി വെക്കുക. ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 250 ഗ്രാം വരും. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. വെള്ളം നോക്കി ഒഴിക്കുക, അധികം ആവരുത്. വെള്ളം അധികമായിട്ടുണ്ടെങ്കിൽ മാവ് ലൂസായി പോവും. ഇപ്പം ഞാൻ മാവ് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു നെല്ലിക്കൻ്റെ വലിപ്പത്തിലുള്ള ബോൾസാക്കി എടുക്കുക. ഇപ്പം ഞാൻ എല്ലാ പൊടിയും ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഞാനിത് അട്ടി വെച്ചിട്ടാണ് പരത്തുന്നത്. അപ്പം ഞാനൊരു ഉരുളെടുത്തിട്ട് ഇതൊരു പൂരിൻ്റെ വലിപ്പത്തിൽ പരത്തുന്നുണ്ട്. ഫസ്റ്റ് 4 എണ്ണമാണ് വെക്കുന്നത്. അപ്പം ഞാൻ 4 എണ്ണം പരത്തിയിട്ട് ആദ്യം കാണിക്കാം. ഇപ്പം ഞാൻ ഒരു പത്തിരി ആദ്യം വെച്ച് അതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കുക ഓയിൽ. ഇനി കുറച്ച് മൈദ ഇതിൻ്റെ മേലെ വിതറി കൊടുക്കുക. മൈദയും കുറച്ച് അധികം ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത പത്തിരി വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലും ഓയിൽ ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് മൈദ വിതറി കൊടുക്കുക.
ഇതേപോലെ ബാക്കി 2 പത്തിരിയും ചെയ്യാം. ഏറ്റവും മുകളിൽ വെക്കുന്ന പത്തിരിൻ്റെ മേലെ ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ചട്ടിപ്പത്തിരിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട്. ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി ചെയ്തതാണ്. ഇത് നമ്മൾ തൊലി വാട്ടിയിട്ട് ഫില്ലിങ് നിറച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ആവശ്യമുള്ളവരും ഫ്രൈ ചെയ്താൽ മതി. ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പത്തിന് പരത്തിയെടുക്കുക. ഞാനിപ്പോൾ ഈ വലുപ്പത്തിനാണ് പരത്തിയെടുത്തത്. ഞാനൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടായാൽ ആ പത്തിരി ഇട്ട് കൊടുക്കുക. ഇനി നല്ലോണം ചൂടായാലും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓരോ പത്തിരിയും മെല്ലെ അടർത്തിയെടുക്കുക. ഇനി ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കുക. ഓരോന്നും അപ്പോഴേക്കും വിട്ട് വരും. അതൊക്കെ മെല്ലെ ശ്രദ്ധിച്ചിട്ട് അടർത്തി മാറ്റി വെക്കുക. അധികം ക്രിസ്പി ആവരുത്. ഇതേപോലെ ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇപ്പം എല്ലാ പത്തിരിയും വാട്ടിയെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ മൈദ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സമൂസ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഓരോ പത്തിരി എടുത്തിട്ടും ഇതേപോലെ 4ആയിട്ട് മുറിക്കുന്നുണ്ട്. ഇനി ഒരു ട്രയാങ്കിൾ ഷീറ്റ് എടുത്തിട്ട് ഇതേപോലെ കോണാക്കിയിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് സൈഡിൽ കൂടെ മൈദ ഒട്ടിച്ചിട്ട് ഇതിൽ ഫില്ലിങ് നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫില്ലിംഗ് ഒക്കെ നിറച്ചതിന് ശേഷം ഇതേപോലെ മൈദ തേച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ ചെയ്യാം. കോൺ ഉണ്ടാക്കുമ്പം ഹോൾസ് ഇല്ലാതെ കോണാക്കാൻ നോക്കുക. ഇപ്പം ഫില്ലിംഗ് ഒക്കെ നിറച്ചിട്ട് ഇവിടെ സമൂസ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് സമൂസ ഞാൻ ഇതേപോലത്തെ എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നുണ്ട്. ആവശ്യമുള്ളപ്പം ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി കുറച്ച് സമൂസ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടായാൽ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി എണ്ണ നല്ലോണം ചൂടായി വരുമ്പം സമൂസ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നല്ലോണം തിരിച്ചിട്ടെടുത്ത് ഫ്രൈ ചെയ്യണം. ഇനി സമൂസ നല്ലോണം ഗോൾഡൻ കളർ ആവുമ്പം കോരി മാറ്റുക. ഇപ്പം നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസ ആണിത്. എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.